Hey all, welcome to day 4 of learning the Hindu vocab. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് IMPASSE. എല്ലാവരും ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കിയേ. വേർഡ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക, സോ ദാറ്റ് നമുക്ക് തെറ്റാണെങ്കിൽ പിന്നെ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാവുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. എന്താണ് ഇംപാസ്? കുറേ ആൾക്കാർ ഇത് ഇംപാസെ എന്നൊക്കെ വായിക്കും ഇ കിടക്കുന്നത് കൊണ്ട്, ബട്ട് ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് ഇ. എന്നിട്ട് നമ്മൾ പറയുക ഇംപാസ്. എന്താണ് ഇംപാസ്? ഒന്നുകൂടെ പ്രൊനൗൺസ് ചെയ്ത് നോക്കിയേ, ഇംപാസ്. നമ്മൾ റിപ്പീറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അപ്പോൾ നമുക്ക് ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവും. ഓക്കെ, ഇംപാസ്. നമുക്കതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇംപാസ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സപ്പെട്ട സാഹചര്യം, അല്ലെങ്കിൽ നോ പ്രോഗ്രസ് ഇൻ എ സിറ്റുവേഷൻ. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പ്രത്യേകിച്ചൊരു പ്രോഗ്രസ്സും ഇല്ലാണ്ടാവുക എന്നുള്ളൊരു ഒരു തടസ്സപ്പെട്ട സാഹചര്യത്തിനെയാണ് നമ്മൾ ഇംപാസ് എന്ന് പറയുന്നത്. ഒരു ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്ക് ഉണ്ട് ഇതിൽ, IMPASS ഇല്ലേ, അതിന് നമുക്ക് ഇമ്പോസിബിൾ ടു പാസ് എന്നുള്ളതിന് അതൊരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് വേണേൽ യൂസ് ചെയ്യാം. ഇമ്പോസിബിൾ ടു പാസ് അല്ലെങ്കിൽ ഇംപാസ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സെൻറ്റൻസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വരും എന്ന് നോക്കാം. The negotiations reached an impasse when neither side agreed to compromise. ചർച്ചകൾ ഒരു പ്രതിസന്ധിയിലെത്തി, കാരണം ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ, ദ പീസ് ടോക്സ് എൻഡഡ് ഇൻ ആൻ ഇംപാസ് ആഫ്റ്റർ സെവറൽ ഡേയ്സ് ഓഫ് ഡിസ്കഷൻ. നിരവധി ദിവസങ്ങളായുള്ള ചർച്ചകൾക്ക് ശേഷം സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ അവസാനിച്ചു. ഇവിടെ ആ ഒരു സ്തംഭനാവസ്ഥ എന്നുള്ളതാണ് ഇംപാസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു കാര്യം നിന്നുപോയി, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു കാര്യം നിന്നുപോയി, മുന്നോട്ട് പോകുന്നില്ല. അതാണ് ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നത്. ഇമ്പോസിബിൾ ടു പാസ് എന്ന് നിങ്ങളതിനെ ഒന്ന് കണക്ട് ചെയ്യുക. ഇംപാസ്, അത് മുന്നോട്ട് പോകാൻ വഴിയില്ല, തടസ്സപ്പെട്ടു എന്നുള്ളതാണ് ഇംപാസ് എന്നുള്ളത് ഉള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. ഇതൊന്ന് വായിച്ചു നോക്കിയേ. POSSUM എന്തായിരിക്കും? POSSUM ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷിലൊരു എക്സ്പ്രഷനാണ്. ഞാൻ ഒരു വേർഡും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നമുക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കാം. പോസം. പ്രൊനൗൺസിയേഷൻ ഈസിയാണ്. പോസം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇതൊരു എക്സ്പ്രഷനായിട്ട് നമുക്ക് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. പോസം എന്ന് പറഞ്ഞാൽ പ്രിറ്റൻഡിങ് ടു ബി ഇനാക്റ്റീവ് അല്ലെങ്കിൽ അസ്ലീപ്, അതായത് ഉറങ്ങുന്നതായി നടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അറിയാത്തതായി നടിക്കുക എന്നൊക്കെ പറയില്ലേ. ആക്ച്വലി പോസം മാത്രമായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് പോസം എന്ന് മാത്രമല്ല നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഈ പ്ലേയിങ് പോസം എന്നൊക്കെ പറയും. ഞാനത് ഇതിൽ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്ലേയിങ് പോസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഇത് വരാറുള്ളത്, അല്ലാതെ വെറും പോസം എന്നല്ല വരുന്നത്. ഓക്കെ, പ്രിറ്റൻഡിങ് ടു ബി ഇനാക്റ്റീവ് ഓർ അസ്ലീപ്. കണ്ടോ, പ്ലേയിങ് പോസം. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്തെങ്കിലും വെക്കുക. അത് നമ്മൾ ഉറങ്ങുന്നതായി നടിക്കുക, പൂച്ച ഇറക്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണാത്തതായി നടിച്ച് ഇരിക്കുക. അതാണ് പ്ലേയിങ് പോസം എന്ന് പറയുന്നത്. ഇത് ഇറ്റ്സ് എ വെരി ഫേമസ് എക്സ്പ്രഷൻ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടുവരാറുള്ളതാണ്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ദ ചൈൽഡ് വാസ് പ്ലേയിങ് പോസം ടു അവോയ്ഡ് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകാതിരിക്കാൻ കുട്ടി ഉറങ്ങുന്നതായി നടിച്ചു. സെൻറ്റൻസിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ് പ്ലേയിങ് പോസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഒരു എക്സ്പ്രഷനാണ്, മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്, മാർക്ക് ചെയ്ത് വയ്ക്കുക. മീനിങ് എന്ന് പറയുന്നത് പ്രിറ്റൻഡിങ് ടു ബി ഇനാക്റ്റീവ് അല്ലെങ്കിൽ അസ്ലീപ്, ഉറങ്ങുന്നതായി നടിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. എന്താണിത്? MISHAP. പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ, ഞാൻ പറയാം എന്താണ് പ്രൊനൗൺസിയേഷൻ എന്നുള്ളത്. മിസ്ഹാപ്പ്. എന്താണ്? മിസ്ഹാപ്പ്. പറഞ്ഞു നോക്കിയേ, മിസ്ഹാപ്പ്. ഓക്കെ, സിമ്പിളാണ്. നമുക്കിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എ സ്മോൾ ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു അൺഫോർച്ചുനേറ്റ് ഉള്ളൊരു ഇൻസിഡൻറ്റ്, ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തമായ ഒരു സംഭവം സംഭവിക്കുക എന്നൊക്കെ പറയില്ലേ, എന്നുള്ളതിനെയാണ്
മിസാപ്പ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. എ മൈനർ മിസാപ്പ് ഡിലേഡ് അവർ ജേർണി ബൈ ആൻ അവർ. ഒരു ചെറിയ അപകടം കാരണം ഞങ്ങളുടെ യാത്ര 1 മണിക്കൂർ വൈകി. ആ ഒരു ചെറിയ അപകടം എന്നുള്ളതാണ് മിസാപ്പ് എന്നുള്ളത് വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. വേർഡ് എന്ന് പറയുന്നത് മിസാപ്പ്, മീനിങ് എന്ന് പറയുന്നത് എ സ്മോൾ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വേർഡ്. ദിസ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്. LACUNA. പ്രൊനൗൺസ് ചെയ്ത് നോക്കിയേ. തെറ്റിയാലും സാരമില്ല, തെറ്റുമ്പോഴാണ് നമുക്ക് പിന്നെ കറക്റ്റ് പഠിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ബ്രെയിനിൽ രജിസ്റ്റർ ആവുക. ഓക്കെ, നമുക്ക് നോക്കാം പ്രൊനൗൺസിയേഷൻ. ലക്യൂന. ലക്യൂന പറഞ്ഞു നോക്കിയേ. ലക്യൂന, ലക്യൂന. നിങ്ങൾ ഈ ഒരു ഞാൻ ഫെനറ്റിക്സ് എഴുതി വെച്ചേക്കുന്നില്ലേ, അതും കറക്റ്റ് എഴുതി വെക്കുക. സോ ദാറ്റ് അത് നോക്കി അങ്ങ് വായിച്ചാൽ മതി. പ്രൊനൗൺസിയേഷൻ നമുക്ക് ക്ലിയർ ആവും. ഇത് ആക്ച്വലി ഒരു സിംഗുലർ വേർഡാണ്. ഇതിൻ്റെ ഒരു പ്ലൂറൽ വേർഡ് കൂടെ നമുക്ക് നോക്കാം. ലക്യൂനൈ. ലക്യൂനൈ എന്താണ്? ലക്യൂനൈ. ഇതാണ് പ്ലൂറൽ വേർഡ് വരുന്നത്. ലക്യൂനൈ. സിംഗുലർ എന്ന് പറയുന്നത് ലക്യൂന. സിമ്പിൾ അല്ലേ? മീനിങ് നോക്കാം. എ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു മിസ്സിങ് പാർട്ട്, വോയിഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ, അഭാവം, വിടവ് അല്ലെങ്കിൽ ഒരു നികത്താനാവാത്ത കുറവ് എന്നൊക്കെ പറയില്ലേ. ഏതൊരു വേർഡാണെങ്കിലും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒറ്റ വേർഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിനോണിംസ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. പല പല ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിൻ്റെ മീനിങ് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ദർ ഈസ് എ ലക്യൂന ഇൻ ദ റിപ്പോർട്ട് ബിക്കോസ് സെവറൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആർ മിസ്സിങ്. അതായത് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇല്ലാത്തതിനാൽ റിപ്പോർട്ടിൽ ഒരു പോരായ്മയുണ്ട്. ആ ഒരു വിവരങ്ങൾ ഇല്ലാത്തതിനാൽ റിപ്പോർട്ടിൽ ഒരു പോരായ്മയുണ്ട് എന്ന് പറയില്ല, അത് ആ ഒരു പോരായ്മ എന്നുള്ളതാണ് ഇവിടെ ലക്യൂന എന്നുള്ള മീനിങ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ദർ ഈസ് എ ലക്യൂന ഇൻ ഹിസ് നോളജ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. ഭരണഘടനാ നിയമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവിൽ ഒരു കുറവുണ്ട്. ഇവിടെ ആ കുറവുണ്ട് എന്നതാണ് ലക്യൂന എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്. ഇന്ന് പറയുന്ന എല്ലാ വേർഡ്സും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ലക്യൂന, ലക്യൂന. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം. ലാസ്റ്റ് വേർഡ്. ഇതൊരു ഇഡിയമായിട്ട് നമ്മൾ മിക്കതിലും കാണുന്നതാണ്. ലെയിം ഡക്ക്. ഇത് പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലെയിം ഡക്ക് എന്തായിരിക്കും? ഒരു ലെയിം ഡക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു മീനിങ് വരിക എന്നൊന്ന് ഓർത്ത് നോക്കിയേ. ലെയിം ഡക്ക്. ഇതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിൻ്റെ ഒരു മീനിങ് നോക്കിയാലോ? ഓക്കെ, ലെയിം ഡക്ക് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ദാറ്റ് ഈസ് വീക്ക് ഓർ ഇനാക്റ്റീവ് ഓർ ലോസ്റ്റ് പവർ. എ പേഴ്സൺ ദാറ്റ് ഈസ് വീക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അയാൾക്ക് വയ്യ എന്നുള്ളതല്ല. അയാൾക്ക് പ്രത്യേകിച്ച് പവറോ കാര്യങ്ങളോ ഒന്നുമില്ല. അയാൾ ഭയങ്കര ഇനാക്റ്റീവാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ശക്തിഹീനനായ വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ല. വ്യക്തി മാത്രമല്ല, ഒരു ഓർഗനൈസേഷനോ വാട്ടെവർ എന്താണെങ്കിലും അയാളുടെ പവർ പോയി, ലോസ്റ്റ് പവർ, ശക്തിഹീനനായ വ്യക്തി എന്നുള്ളതാണ്. ശക്തിഹീനമായ വ്യക്തി മാത്രം, ശക്തിഹീനമായ വ്യക്തി ഓർ ഓർഗനൈസേഷൻ ഓർ എനിത്തിങ്. ഓക്കെ, നമുക്കിതൊരു സെൻറ്റൻസിലേക്ക് നോക്കാം. ദ മിനിസ്റ്റർ വാസ് ട്രീറ്റഡ് ആസ് എ ലെയിം ഡക്ക് ആഫ്റ്റർ അനൗൺസിങ് ഹിസ് റെസിഗ്നേഷൻ. രാജി പ്രഖ്യാപിച്ചതിന് ശേഷം മന്ത്രിയെ ശക്തിഹീനനായ നേതാവായി കണക്കാക്കി. ഓക്കെ, ഇവിടെ ശക്തിഹീനനായ നേതാവായി എന്നുള്ളതാണ് ഇവിടെ മിനിസ്റ്റർ എന്താ ഒരു ശക്തിഹീനനായ നേതാവ്. സോ ഹീസ് എ ലെയിം ഡക്ക്. മനസ്സിലായോ? ഒരു പവറൊക്കെ പോയി പ്രത്യേകിച്ചൊരു ഗുണവുമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ളതാണ് ലെയിം ഡക്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വേർഡ്സ്. ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് വെക്കാം സോ ദാറ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തോളൂ. 5 വേർഡ്സ്: ഇംപാസ്, പ്ലേയിങ് പാസും, മിസ്ഹാപ്പ്, ലക്യൂന ആൻഡ് ലെയിം ഡക്ക്. വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഹിന്ദുവിലാണെങ്കിലും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത് കാണാറുണ്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് എനിക്കൊരു ഫീഡ്ബാക്ക് തരിക. എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഞാൻ കുറച്ചുകൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് പറയുക. അല്ലെങ്കിൽ വേർഡ്സ് കൂടുതൽ വേണമോ, കാരണം എനിക്ക് ഫീഡ്ബാക്ക്സ് അങ്ങനെ കിട്ടാത്ത, വ്യൂസ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ബൈ.